ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി കൊണ്ട് ഒരു വെട്ട് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1/2 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര, 2 ഏലക്ക തൊലി കളഞ്ഞ് പൊടിച്ചത്, 1 നുള്ള് ഉപ്പ്, സോഡാപ്പൊടി 1/2 സ്പൂൺ, 2 തുള്ളി വാനില എസൻസ്, 2 കോഴിമുട്ട എന്നിവ വേണം. പഞ്ചസാരയും ഏലക്കായും കൂടി മിക്സിയിലിട്ട് പൊടിക്കുക. എന്നിട്ട് കോഴിമുട്ടയും കൂടി അതിൻ്റെ കൂടെ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് കറക്കിയെടുക്കുക. പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ആശീർവാദ് ആട്ടയാണ് എടുത്തത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കുക. അഥവാ ലൂസായി പോയെങ്കിൽ അല്പം ഗോതമ്പ് പൊടി കൂടി ചേർക്കണം. ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അതിനുശേഷം ചപ്പാത്തി പരത്തുന്ന പലകയിൽ ഇത് പരത്തിയെടുക്കണം. അല്പം കട്ടിക്ക് വേണം പരത്തിയെടുക്കാനേ. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. യൂട്യൂബിലാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ആണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പരത്തിയെടുക്കണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമേ. അപ്പം ഉരുളിക്കകത്ത് എണ്ണ വെച്ച് എണ്ണ ചൂടായി. ഇനി ഇതുപോലെ ഓരോന്നിട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് മൂത്ത് പോകല് കേട്ടോ, കരിഞ്ഞു പോകല്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ. ഇങ്ങനെ ചെയ്യാതെയും പിന്നെ ചെറുതായിട്ട് ഉരുട്ടിയിട്ട് പരത്തിയിട്ട് ഒരുപാട് കട്ടിയില്ലാതെ പരത്തിയിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാലും മതി. അപ്പോൾ ഞാനിങ്ങനെയാണ് എടുത്തത്. മൈദ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നല്ലതാണ്. അപ്പം ഗോതമ്പ് പൊടി കൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു വശം മൂത്തും എല്ലാം മറിച്ചിടണം. വാനില എസൻസ് ഇല്ലെങ്കിൽ വേണ്ട, പിന്നെ ഏലക്കായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വാനില എസൻസ് ഉണ്ടായിട്ട് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം മൂത്തു, ഒന്ന് കോരിയെടുക്കാം. വേണ്ട, ഇത്രയാകാവുള്ളേ. ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ.
നല്ലതാണേ, നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ.